morning. Yes, good morning. Good morning. Okay. അപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസം സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിനെ കുറിച്ചാണ് പറഞ്ഞത് അല്ലെ. സിഗ്നിഫിക്കന്റ് ഫിഗർ എന്താണെന്ന് പറഞ്ഞു. നമ്മൾ എങ്ങനെയാണ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിനെ കൗണ്ട് ചെയ്യുന്നത് അല്ലെ. നമ്പർ തന്നിരുന്നാല് അതിൽ നിന്ന് എങ്ങനെയാണ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞു. കുറെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു. അടുത്ത് നമുക്ക് നോക്കേണ്ടത് കാൽക്കുലേഷനിൽ നമ്മൾ എങ്ങനെയാണ് സിഗ്നിഫിക്കന്റ് ഫിഗർ കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രോബ്ലം ഒക്കെ ചോദിക്കുന്നതാണ്. അതായത് നമ്മൾ രണ്ട് നമ്പർ ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് സിഗ്നിഫിക്കന്റ് ഫിഗർ നോക്കുന്നതെന്നാണ്. അപ്പോ കാൽക്കുലേഷനിൽ നമ്മൾ എങ്ങനെ സിഗ്നിഫിക്കന്റ് ഫിഗർ നോക്കും. ആരോ ഒരാള് മാലു പ്രസന്റേഷൻ ഓൺ ആക്കിയിട്ടുണ്ട്. അത് ഓഫ് ആക്കണം കേട്ടോ മാലു. ഓക്കെ. അപ്പോ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഇൻ കാൽക്കുലേഷൻ. കാൽക്കുലേഷൻസിൽ നമ്മൾ എങ്ങനെയാണ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് നോക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ ആദ്യം നമ്മൾ നോക്കുന്നത് മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ. രണ്ട് നമ്പറുകൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോ അല്ലെങ്കിൽ രണ്ട് നമ്പറുകൾ തമ്മിൽ എന്ത് ചെയ്യുമ്പോ ഡിവൈഡ് ചെയ്യുമ്പോ നമ്മൾ എങ്ങനെയാണ് സിഗ്നിഫിക്കന്റ് ഫിഗർ നോക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ. സോ ഇതിന്റെ റൂൾ ഇത്രയേ ഉള്ളൂ. രണ്ട് നമ്പറുകൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ രണ്ടിനും ഒരു റൂളാണ്. നമ്മൾ എറർ കാൽക്കുലേറ്റ് ചെയ്തപ്പോഴും മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഒരേ റൂളായിരുന്നു. അതുപോലെ സിഗ്നിഫിക്കന്റ് ഫിഗറിലും മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഒരേ റൂളാണ് കേട്ടോ. സോ രണ്ട് നമ്പറുകൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന നമ്പറുകളിൽ ഏറ്റവും കുറവ് സിഗ്നിഫിക്കന്റ് ഫിഗർ എത്രയാണെന്ന് നോക്കാം. ഏറ്റവും കുറവ് സിഗ്നിഫിക്കന്റ് ഫിഗർ ഏത് നമ്പറിനാണെന്ന് നോക്കാം. അത്രയും സിഗ്നിഫിക്കന്റ് ഫിഗറിൽ വേണം നമ്മൾ എന്ത് എഴുതാനായിട്ട്, ആൻസർ എഴുതാനായിട്ട്. ഓക്കെ. ഫോർ എക്സാമ്പിൾ ഇപ്പോ 436.2 ഇൻറ്റു 13.1. ഓക്കെ. രണ്ട് നമ്പറുകൾ തമ്മിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. 436.2 ഇൻറ്റു 13.1. ഇവിടെ രണ്ട് നമ്പറുകളുണ്ട്. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു റിസൾട്ട് കിട്ടും. അത് എത്രയാണെന്ന് ഞാൻ എഴുതുന്നില്ല, ഒരു നമ്പർ കിട്ടും. സോ നമ്മുടെ ചോദ്യം ഇതാണ്, നമ്മൾ ഈ റിസൾട്ട് എത്ര സിഗ്നിഫിക്കന്റ് ഫിഗറിൽ എഴുതണം എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. സോ റൂൾ എന്താണ്, നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന നമ്പറുകൾ നോക്കുക. ഏതൊക്കെയാണ്? 436.2. ഇതിൽ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ട്? ലെഫ്റ്റിൽ നിന്ന് കൗണ്ട് ചെയ്യുക. 1, 2, 3, 4. 4 സിഗ്നിഫിക്കന്റ് ഫിഗർ ആണ് ആദ്യത്തെ നമ്പറിലുള്ളത്. ഈ 13.1 എത്ര സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ട്? 1, 2, 3. 3 സിഗ്നിഫിക്കന്റ് ഫിഗർ ആണുള്ളത്. ശരിയല്ലേ? സോ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ടിൽ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗറെ കാണാനുള്ളൂ? 3 സിഗ്നിഫിക്കന്റ് ഫിഗറെ കാണാം. ശരിയാണ്. സോ അങ്ങനെ വേറൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാല് മറ്റൊരു എക്സാമ്പിൾ പറയുന്നത് 6328/37 അല്ലെങ്കിൽ 371. ഇങ്ങനൊരു ഡിവിഷൻ 6328/371. സോ ഇതിനൊരു ആൻസർ കാണും. ആ ആൻസർ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗറിൽ എഴുതണം എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം അല്ലെ. അപ്പൊ 6328 എത്ര സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ട്? 4 സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ട്. 371 എത്ര സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ട്? 3 സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ട്. സോ നമ്മുടെ ആൻസർ എത്രയാണോ അത് എത്ര സിഗ്നിഫിക്കന്റ് ഫിഗറിൽ എഴുതണം? ലീസ്റ്റ് നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗർ. അത് എത്രയാണ്? 3 ആണ്. ശരിയാണ്. സോ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുന്ന നമ്പറുകളിൽ ഏത് നമ്പറിനാണോ ഏറ്റവും കുറവ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉള്ളത് അത്രയും സിഗ്നിഫിക്കന്റ് ഫിഗറിൽ വേണം നമ്മൾ എന്ത് എഴുതാനായിട്ട്, ആൻസർ എഴുതാനായിട്ട്. അപ്പൊ അതിൽ കൂടുതൽ നമ്പേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ റൗണ്ട് ഓഫ് ചെയ്ത് എന്ത് ചെയ്യണം, എഴുതണം. ചിലപ്പോൾ ഈ ആൻസറിൽ 3 അല്ല 4, 5, 6, 7 ഒക്കെ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് കാണും. നമുക്ക് 3 മതി. ബാക്കിയുള്ളതിനെ നമ്മൾ എന്ത് ചെയ്യണം, കളയണം. അതായത് ആ നമ്പറിനെ 3 സിഗ്നിഫിക്കന്റ് ഫിഗറിൽ എന്ത് ചെയ്യണം, റൗണ്ട് ഓഫ് ചെയ്ത് എഴുതണം. ശരിയാണ്. റൗണ്ട് ഓഫ് ചെയ്യുന്ന റൂള് ഞാൻ പറയാം. ആദ്യം ഈ റൂള് പറഞ്ഞതിന് ശേഷം നമുക്ക് എങ്ങനെയാണ് നമ്പർ റൗണ്ട് ഓഫ് ചെയ്യാന്നുള്ളത് നോക്കാം. ഓക്കെ. അപ്പോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും ഡിവൈഡ് ചെയ്യുമ്പോഴും എന്താണ് റൂള്? ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ഫിഗർ. അതിപ്പോ 2 നമ്പർ ആവാം, 3 ആവാം, 4 ആവാം. മൾട്ടിപ്ലൈ ചെയ്യുന്നത് എത്ര നമ്പർ വേണോ ആവാം. ആ നമ്പറുകളിൽ ഏറ്റവും കുറവ് സിഗ്നിഫിക്കന്റ് ഫിഗർ ആർക്കാണോ അത്രയും സിഗ്നിഫിക്കന്റ് ഫിഗറിൽ വേണം നമ്മൾ എന്ത് എഴുതാനായിട്ട്, ആൻസർ എഴുതാനായിട്ട്. റൂള് മനസ്സിലാവോ? റൂള് മനസ്സിലായോ? മൾട്ടിപ്ലിക്കേഷനിലും ഡിവിഷന്റെയും റൂള് മനസ്സിലായോ? ഓക്കെ ആണോ? നമുക്ക് അടുത്ത കാൽക്കുലേഷനിലേക്ക് പോവാലോ. ഓക്കെ.
അപ്പൊ അടുത്ത കാൽക്കുലേഷൻ എന്ന് പറയുന്നത് എന്താ? ഇനി രണ്ടെണ്ണം കൂടെ ഉള്ളൂ. ഏതാണ്? അഡിഷൻ ആൻഡ് സബ്ട്രാക്ഷൻ അല്ലെ? അഡിഷൻ ആൻഡ് സബ്ട്രാക്ഷൻ. രണ്ട് നമ്പറുകൾ ആഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു നമ്പറിൽ നിന്ന് മറ്റൊരു നമ്പർ എന്ത് ചെയ്യുമ്പോൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് സിഗ്നിഫിക്കന്റ് ഫിഗർ നോക്കുന്നത്? സോ മറ്റേ റൂൾ എന്തായിരുന്നു? ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ഫിഗർ ആയിരുന്നു. ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ഫിഗർ ആയിരുന്നു നമ്മൾ നോക്കിയത്. അഡീഷനിലും സബ്ട്രാക്ഷനിലും ചെറിയൊരു വ്യത്യാസമുണ്ട്. അഡീഷനിലും സബ്ട്രാക്ഷനിലും നമ്മൾ സിഗ്നിഫിക്കന്റ് ഫിഗർ അല്ല നോക്കുന്നത്, പകരം ഡെസിമൽ പ്ലേസ് ആണ്. എന്താണ്? ഡെസിമൽ പ്ലേസ്. ആ റൂള് പലതരത്തിൽ നമുക്ക് പറയാം. ടെക്സ്റ്റിലേക്ക് എഴുതിയിരിക്കുന്ന റൂൾ വായിച്ചു നോക്കിയാൽ നമുക്ക് കൺഫ്യൂഷൻ വരും. സോ റൂള് ചോദിക്കില്ല, എക്സാമിന് റൂൾ ഒരിക്കലും ചോദിക്കില്ല. എന്താണ് റൂൾ എന്ന് ചോദിക്കില്ല, എക്സാമിന് പ്രോബ്ലം മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ചോദിക്കത്തുള്ളൂ. അപ്പോ ടെക്സ്റ്റിൽ എഴുതിയിരിക്കുന്ന റൂൾ അതുപോലെ പഠിക്കണമെന്ന് നിർബന്ധമില്ല. ആ റൂള് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. നമ്മൾ പറഞ്ഞു വരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരും. അപ്പൊ ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. പ്രോബ്ലമേ ചോദിക്കത്തുള്ളൂ, അതുകൊണ്ട് റൂൾ അറിഞ്ഞിരുന്നാൽ മാത്രം മതി. റൂള് ചോദിക്കില്ല, അതുകൊണ്ട് അത് കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. റൂൾ എന്താണെന്ന് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. സോ റൂൾ ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. രണ്ട് നമ്പറുകൾ ആഡ് ചെയ്യുമ്പോൾ ആ നമ്പറുകളുടെ ഡെസിമൽ പ്ലേസുകൾ നോക്കാം. എന്ത് നോക്കാം? ഡെസിമൽ പ്ലേസ്, പോയിന്റ് കഴിഞ്ഞിട്ടുള്ള സ്ഥാനങ്ങൾ നോക്കാം. ഏറ്റവും കുറവ് സ്ഥാനം ഏത് നമ്പറിനാണോ അത്രയും സ്ഥാനത്തിൽ വേണം നമ്മൾ ആൻസർ എന്ത് ചെയ്യാനായിട്ട്, എഴുതാനായിട്ട്. അപ്പോ മൾട്ടിപ്ലിക്കേഷനിലും ഡിവിഷനിലും നമ്മൾ ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ഫിഗർ നോക്കിയെങ്കിൽ അഡീഷനിലും സബ്ട്രാക്ഷനിലും നമ്മൾ നോക്കുന്നത് ലീസ്റ്റ് ഡെസിമൽ പ്ലേസ് ആണ്. എന്താണ്? ലീസ്റ്റ് ഡെസിമൽ പ്ലേസ്. ലീസ്റ്റ് ഡെസിമൽ പ്ലേസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നോക്കുന്നത്. ഏറ്റവും കുറഞ്ഞ ഡെസിമൽ പ്ലേസിൽ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, എഴുതാനായിട്ട്. ഉദാഹരണത്തിന് 236.21 പ്ലസ് 23.1 രണ്ട് നമ്പറുകൾ നമ്മൾ ആഡ് ചെയ്യും. ഓക്കെ, 236.21 23.1 തമ്മിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ആഡ് ചെയ്യാം. സോ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 1 2 plus 1 3 0.6 plus 3 9 3 plus 2 5 2. അപ്പൊ 259.31 എന്ന് കിട്ടും അല്ലെ? 259.31. സോ നമ്മുടെ റൂൾ എന്താണ്? ഈ നമ്പർ എങ്ങനെ എഴുതണമെന്ന് നോക്കാം. നോക്കൂ, ഈ ആദ്യത്തെ നമ്പർ 236.21 പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര സ്ഥാനമുണ്ട്? 2 1. എത്ര സ്ഥാനമുണ്ട്? 2 സ്ഥാനങ്ങളുണ്ട് അല്ലെ? ഓക്കെ, 2 1 എന്ന് പറയുന്ന 2 സ്ഥാനങ്ങളുണ്ട്. ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര സ്ഥാനമുണ്ട്? 1 സ്ഥാനമേ ഉള്ളൂ, ശരിയല്ലേ? സോ പോയിന്റ് കഴിഞ്ഞിട്ട് ഏറ്റവും കുറഞ്ഞ സ്ഥാനങ്ങളുള്ള ആർക്കാണ്? 23.1 1 സ്ഥാനം, ശരിയാണോ? അപ്പൊ ഈ 259.31 പോയിന്റ് കഴിഞ്ഞിട്ട് 1 സ്ഥാനം മതി. സോ പോയിന്റ് കഴിഞ്ഞിട്ട് 3 മതി. ഏത് വേണ്ട? ഈ 1 വേണ്ട. 1നെ നമുക്ക് എന്ത് ചെയ്യാം? കളയാം. സോ ഇതിനെ പോയിന്റ് കഴിഞ്ഞിട്ട്, അതായത് ഒരു ഡെസിമൽ പ്ലേസിൽ നമ്മൾ റൗണ്ട് ഓഫ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? 259.3. ഈ 1 കളയാം. 1 കളയുന്നതിൽ കുഴപ്പമില്ല. കാര്യം നമ്മൾ കളയുന്ന നമ്പര് 5നേക്കാളും ചെറുതാണ്. കളയുന്ന നമ്പർ 5നേക്കാളും ചെറുതാണെങ്കിൽ തൊട്ട് മുമ്പത്തെ നമ്പറിനോടൊപ്പം ഒന്നും എന്ത് ചെയ്യേണ്ട, നമ്മൾ ചെയ്യേണ്ട ആവശ്യം ഇല്ല. അപ്പൊ നമ്മൾ 1 കളഞ്ഞിട്ട് 259.3 എന്ന് എഴുതുന്നു. മനസ്സിലായോ? സോ സബ്ട്രാക്ട് ചെയ്യുമ്പോഴും ഇതേ റൂൾ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫോളോ ചെയ്യുന്നത്. ഏറ്റവും കുറഞ്ഞ ഡെസിമൽ പ്ലേസ്, ലീസ്റ്റ് ഡെസിമൽ പ്ലേസ്. സോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും ഡിവൈഡ് ചെയ്യുമ്പോഴും ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ഫിഗർ. നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന നമ്പറുകളിൽ ഏറ്റവും കുറഞ്ഞ സിഗ്നിഫിക്കന്റ് ഫിഗർ ആർക്കാണോ ഉള്ളത് അത്രയും സിഗ്നിഫിക്കന്റ് ഫിഗറിൽ നമ്മൾ ആൻസർ എഴുതുന്നു. നമ്മൾ ആഡ് ചെയ്യുമ്പോഴും സബ്ട്രാക്ട് ചെയ്യുമ്പോഴും ഏത് നമ്പറിനാണോ ഏറ്റവും കുറഞ്ഞ ഡെസിമൽ പ്ലേസ് ഉള്ളത് അത്രയും ഡെസിമൽ പ്ലേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ആൻസർ എഴുതുന്നു. ഓക്കെ, ഓക്കെ ആണോ? നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ഇത് കൂടുതൽ മനസ്സിലാവും. ഓക്കെ, അപ്പൊ ലീസ്റ്റ് ഡെസിമൽ പ്ലേസും ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ഫിഗറും ആണ് നമ്മൾ നോക്കുന്നത്. ഓപ്പറേഷൻസ് മാറിപ്പോകരുത്. മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ഫിഗർ. അഡീഷൻ, സബ്ട്രാക്ഷൻ, ലീസ്റ്റ് ഡെസിമൽ പ്ലേസ്. ഓക്കെ, അപ്പോ ഈ രണ്ട് കാര്യങ്ങളും ചെയ്യുമ്പോൾ, അതായത് ചിലപ്പോൾ ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ഫിഗർ ആയിരിക്കും നമ്മൾ നോക്കാം, ചിലപ്പോൾ നമ്മൾ ലീസ്റ്റ് ഡെസിമൽ പ്ലേസ് ആയിരിക്കും നോക്കാം. ഇത് രണ്ടും നോക്കുമ്പോൾ പലപ്പോഴും നമുക്ക് നമ്പറുകളെ എന്ത് ചെയ്യേണ്ടി വരും, റൗണ്ട് ഓഫ് ചെയ്യേണ്ടി വരും. എന്ത് ചെയ്യേണ്ടി വരും, റൗണ്ട് ഓഫ് ചെയ്യേണ്ടി വരും. എങ്ങനെയാണ് നമ്മൾ നമ്പറുകളെ റൗണ്ട് ഓഫ് ചെയ്യുന്നത്? ആ റൂളാണ് നമ്മൾ അടുത്ത് നോക്കുന്നത്. റൂൾസ് ടു റൗണ്ട് ഓഫ്, അല്ലെങ്കിൽ റൂൾ ഫോർ റൗണ്ടിങ് ഓഫ് നമ്പേഴ്സ്. നമ്പേഴ്സിനെ നമ്മൾ എങ്ങനെയാണ് റൗണ്ട് ഓഫ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന റൂൾസ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. അല്ലെ, ചില റൂൾസ് നമുക്കറിയാം അല്ലെ. റൗണ്ടിങ് ഓഫ് റൂൾസ്.
റൗണ്ട് ഓഫ് ചെയ്യുന്നതിനുള്ള റൂൾസ് ആണ് നമ്മൾ നോക്കുന്നത് അല്ലെ. ഇപ്പൊ നമുക്ക് റൂൾ അറിയാം. എന്തൊക്കെയാണ് റൂള്? നമുക്ക് റൗണ്ട് ചെയ്യേണ്ടുന്ന നമ്പർ 5-നേക്കാളും കൂടുതലാണെങ്കിൽ, നമുക്ക് റൗണ്ട് ചെയ്യേണ്ടുന്ന നമ്പർ, നമുക്ക് കളയേണ്ടുന്ന നമ്പർ എന്തിനേക്കാളും കൂടുതലാണെങ്കിൽ 5-നേക്കാളും കൂടുതലാണ്. നമുക്ക് റൗണ്ട് ചെയ്യേണ്ടുന്ന നമ്പർ 5-നേക്കാളും കൂടുതലാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? പ്രിസീഡിംഗ് നമ്പറിനോടൊപ്പം എന്ത് ചെയ്യണം? പ്രിസീഡിംഗ് നമ്പർ പ്ലസ് 1. തൊട്ട് മുമ്പത്തെ നമ്പറിനോടൊപ്പം ഒന്ന് എന്ത് ചെയ്യണം? കൂട്ടണം. ശരിയല്ലേ? നമ്മൾ കളയുന്ന കുറെ നമ്പറുകളിൽ ആദ്യത്തെ നമ്പർ എന്തിനേക്കാളും വലുതാണെങ്കിൽ, 5-നേക്കാളും കൂടുതലാണെങ്കിൽ പ്രിസീഡിംഗ് നമ്പർ, തൊട്ട് മുമ്പ് വരുന്ന നമ്പറിനോടൊപ്പം എന്ത് കൂട്ടണം? 1 കൂട്ടണം. ശരിയല്ലേ? രണ്ടാമത്തെ റൂൾ എന്താണ്? നമ്മൾ കളയാൻ ഉദ്ദേശിക്കുന്ന ആദ്യത്തെ നമ്പർ എന്തിനേക്കാളും ചെറുതാണെങ്കിൽ, 5-നേക്കാളും ചെറുതാണെങ്കിൽ നോ ചേഞ്ച്. നമ്മൾ കളയുന്നതിന് തൊട്ട് മുമ്പുള്ള നമ്പറിൽ മാറ്റമൊന്നും വരുത്തണ്ട, നോ ചേഞ്ച്. ഓക്കെ. ഇനി മൂന്നാമത്തെ റൂൾ എന്താണ്? നമ്മൾ കളയുന്ന നമ്പർ 5 അല്ലെങ്കിൽ 5 ഫോളോഡ് ബൈ 0. നമ്മൾ കളയുന്ന നമ്പർ 5 അല്ലെങ്കിൽ 5 കഴിഞ്ഞിട്ട് സീറോസോ ആണെങ്കിൽ, നമ്മൾ കളയുന്ന നമ്പർ 5, ചിലപ്പോൾ നമുക്ക് കളയേണ്ടുന്ന നമ്പർ 5 മാത്രമായിരിക്കും, ചിലപ്പോൾ നമുക്ക് കളയേണ്ടുന്ന നമ്പർ 5 കഴിഞ്ഞിട്ട് കുറെ 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? പ്രിസീഡിംഗ് നമ്പർ ഈവൻ ആണെങ്കിൽ നോ ചേഞ്ച്. തൊട്ടു മുമ്പ് വരുന്ന നമ്പർ ഈവൻ നമ്പറാണ്, അതായത് ഇരട്ട സംഖ്യയാണെങ്കിൽ മാറ്റമൊന്നും വരുത്തണ്ട. അതേസമയം ഒറ്റ സംഖ്യയാണ്, ഓടാണെങ്കിൽ അതിനോടൊപ്പം എന്ത് കൂട്ടണം? 1 കൂട്ടണം. ഓക്കെ. നമുക്ക് കളയേണ്ടുന്ന നമ്പർ 5 കഴിഞ്ഞിട്ട് കുറെ സീറോസോ ആണ് എങ്കിൽ തൊട്ട് മുമ്പത്തെ നമ്പർ ഈവൻ ആണോ ഓടാണോ നോക്കുക, ഇരട്ട സംഖ്യയാണോ ഒറ്റ സംഖ്യയാണോ നോക്കുക. ഇരട്ട സംഖ്യയാണെങ്കിൽ, ഈവൻ നമ്പർ ആണെങ്കിൽ നോ ചേഞ്ച്. ഒറ്റ സംഖ്യയാണെങ്കിൽ അതിനോടൊപ്പം എന്ത് കൂട്ടണം? 1 കൂട്ടണം. ഉദാഹരണത്തിന് 26.250. ഓക്കെ. 26.250. എനിക്ക് 3 സിഗ്നിഫിക്കന്റ് ഫിഗർ മതി. ഈ നമ്പറിനെ 3 സിഗ്നിഫിക്കന്റ് ഫിഗറിൽ റൗണ്ട് ഓഫ് ചെയ്യുക. എന്താണ്? 3 സിഗ്നിഫിക്കന്റ് ഫിഗറിൽ റൗണ്ട് ഓഫ് ചെയ്യുക. 26.250 3 സിഗ്നിഫിക്കന്റ് ഫിഗറിൽ റൗണ്ട് ഓഫ് ചെയ്യുക എന്നാണ് ചോദ്യം. സോ 3 സിഗ്നിഫിക്കന്റ് ഫിഗർ ആവുമ്പോൾ 2 ഒരു സിഗ്നിഫിക്കന്റ്, 6 രണ്ടാമത്തെ സിഗ്നിഫിക്കന്റ്, അടുത്ത സിഗ്നിഫിക്കന്റ് ഫിഗർ. അപ്പോ 26.2 വരെ മതി. നമുക്ക് ഏതൊക്കെ വേണ്ട? 5ഉം 0യും വേണ്ട. എന്തൊക്കെ വേണ്ട? 5ഉം 0യും വേണ്ട. നമ്മൾ കളയുന്ന നമ്പർ ഏതാണ്? 5 ആണ്, ഫോളോഡ് ബൈ സീറോസ്. 5 കഴിഞ്ഞിട്ട് സീറോസ്. സോ 5 കഴിഞ്ഞിട്ട് സീറോസ് 5ഓ അല്ലെങ്കിൽ 5 കഴിഞ്ഞിട്ട് 0 ആണെങ്കിൽ നമുക്ക് തൊട്ട് മുമ്പത്തെ നമ്പർ നോക്കുക. തൊട്ട് മുമ്പത്തെ നമ്പർ എന്താണ്? 2, അതായത് ഈവൻ ആണ്. സോ നോ ചേഞ്ച്. അപ്പൊ നമ്മൾ എന്ത് എഴുതും? 26.2 എന്ന് എഴുതും. ശരിയല്ലേ? അതല്ല, ഇതിന് പകരം 26.350 എന്നായിരുന്നുവെങ്കിൽ, 26.350 ആണ്. നമുക്ക് 3 സിഗ്നിഫിക്കന്റ് ഫിഗർ മതി, അല്ലെങ്കിൽ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു സ്ഥാനം മതി. ഓക്കെ. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? 26.5ഉം 0യും നമുക്ക് കളയണം. നമുക്ക് കളയേണ്ടുന്ന ആദ്യ നമ്പർ 5 ആണ്, ഫോളോഡ് ബൈ 0 ആണ്. തൊട്ട് മുമ്പത്തെ നമ്പർ 3 ആണ്. സോ 3 ആണെങ്കിൽ ഓഡ് ആണ്. സോ +1. സോ നമുക്ക് 26.4 എന്ന് കിട്ടും. ഓക്കെ. അപ്പോ 26.250യും 26.350യും നമ്മൾ 3 സിഗ്നിഫിക്കന്റ് ഫിഗറിൽ റൗണ്ട് ഓഫ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയാണ് വരുന്നത്. ശരിയല്ലേ? അപ്പൊ നോക്കൂ, 5 ഫോളോഡ് ബൈ 0 ആണെങ്കിലാണ് ഞാൻ ഈ റൂള്. അപ്പൊ 5 ഫോളോഡ് ബൈ അതർ ദാൻ 0 അല്ലാത്ത ഏതെങ്കിലും ഡിജിറ്റ് ആണെങ്കിൽ നമ്മൾ തൊട്ട് മുമ്പത്തെ നമ്പർ ഈവനോ ഓടൊന്നും നോക്കില്ല, 1 കൂട്ടുകയാണ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് നോക്കൂ, 32.156. ഓക്കെ. 32.156. 3 സിഗ്നിഫിക്കന്റ് ഫിഗറിൽ എഴുതണം. എത്ര സിഗ്നിഫിക്കന്റ് ഫിഗറിൽ എഴുതണം? 3 സിഗ്നിഫിക്കന്റ് ഫിഗർ. അപ്പോ 32.1 ഇതുവരെ മതി. ശരിയാണോ? നമുക്ക് 5ഉം 6ഉം വേണ്ട. നമുക്ക് കളയേണ്ടുന്ന നമ്പർ ഏതാണ്? 5 ആണ്. ഫോളോഡ് ബൈ 6 ആണ്, നോട്ട് 0. നമുക്ക് കളയേണ്ടത് 5 മാത്രമാണ്. 5 മാത്രമേ ഉള്ളൂ എങ്കിലാണ് ഞാൻ ഈ പറഞ്ഞ റൂൾ. അല്ലെങ്കിൽ 5 കഴിഞ്ഞിട്ട് സീറോസ് ആണെങ്കിലാണ് ഈ റൂൾ. ഇവിടെ 5 കഴിഞ്ഞിട്ട് 0 അല്ല, എന്താണ്? 6 ആണ്, നോൺ 0 ആണ്. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? തൊട്ട് മുമ്പത്തെ നമ്പർ ഈവനോ ഓടൊന്നും നോക്കണ്ട, 1 കൂട്ടി എഴുതണം. അപ്പൊ
1ന് പകരം എന്ത് വരും 2. അത് ഈവൻ ആയതുകൊണ്ട് ഓഡ് ആക്കിയതല്ല, സോ ഓഡ് ആയതുകൊണ്ട് ഈവൻ ആക്കിയതല്ല. ഇതിപ്പോ ഈവൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇതിനോടൊപ്പം ഒന്ന് കൂട്ടും. 0 ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ റൂൾ അപ്ലൈ ചെയ്യാൻ പറ്റൂ. 5 മാത്രമേ ഉള്ളൂ നമുക്ക് കളയാം, വേറെ നമ്പർ ഒന്നുമില്ല. അതല്ല 5 ഉണ്ട്, അത് കഴിഞ്ഞിട്ട് 0 ഉണ്ട് എങ്കിലാണ് നമ്മൾ ഈ റൂൾ ഉപയോഗിക്കുന്നത്. നമുക്ക് കളയേണ്ടത് 5 ആണ്. അത് കഴിഞ്ഞിട്ട് 0 അല്ലാത്ത ഡിജിറ്റ് ഏതെങ്കിലും ഉണ്ട് എങ്കിൽ തൊട്ട് മുമ്പത്തെ നമ്പറിനോടൊപ്പം ഈവൻ ആണെങ്കിലും ഓഡ് ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്യും, 1 ആഡ് ചെയ്യും. ഓക്കെ ആണോ? റൂള് മനസ്സിലാവുമല്ലോ? ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണോ? അപ്പൊ ബാക്കി 1ഉം 2ഉം ഞാൻ അവസാനം പറഞ്ഞ റൂളും ഒക്കെ നിങ്ങൾക്ക് അറിയാം. ഈ മൂന്നാമത്തെ റൂൾ മാത്രം ഓർത്തിരുന്നാൽ മതി. നമുക്ക് കളയേണ്ടി വരുന്ന നമ്പർ 5 മാത്രമാണ്, വേറെ നമ്പർ ഒന്നുമില്ല. അല്ലെങ്കിൽ 5 കഴിഞ്ഞിട്ട് കുറെ 0 ആണ്. അങ്ങനെയാണെങ്കിൽ ആണ് ഞാൻ പറഞ്ഞത്, തൊട്ട് മുമ്പത്തെ നമ്പർ ഇരട്ട സംഖ്യയാണെങ്കിൽ നോ ചേഞ്ച്, ഒറ്റ സംഖ്യയാണെങ്കിൽ അതിനോടൊപ്പം 1 കൂട്ടുക. ഓക്കെ, ക്ലിയർ? ഓക്കെ, ഓക്കെ. അപ്പൊ നമുക്കിനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, ഈ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷനിലേക്ക് പോവാം. ആ സെക്ഷന്റെ പേരെന്താണ്? ഡയമെൻഷൻസ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷനാണ് ഡയമെൻഷൻസ്. വളരെ ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ഡയമെൻഷൻസ് എന്താണ്? ഡയമെൻഷൻ എന്ന് വെച്ചാൽ, നമ്മള് ഈ ചാപ്റ്റർ തുടങ്ങിയ സമയത്ത് ക്വാണ്ടിറ്റികളെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു. ശരിയാണോ? ഓർക്കുന്നുണ്ടോ? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റികളെന്നും ഡെറൈവ്ഡ് ക്വാണ്ടിറ്റികളെന്നും. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി അഥവാ ബേസിക് ക്വാണ്ടിറ്റീസ്, അതുപോലെ ഡെറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ഉപയോഗിച്ചാണ് നമ്മൾ ഡെറൈവ്ഡ് ക്വാണ്ടിറ്റികൾ ഉണ്ടാക്കുന്നത്. ശരിയല്ലേ? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റികൾ ഏതൊക്കെയാണ്? ലെങ്ത്, അതുപോലെ മാസ്, ടൈം, ശരിയല്ലേ? ടെമ്പറേച്ചർ, ഇലക്ട്രിക് കറണ്ട്. നമ്മൾ 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് പറഞ്ഞു SI യൂണിറ്റിൽ. ശരിയല്ലേ? അതുപയോഗിച്ച് നമുക്ക് ഒരുപാട് ഡെറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പൊ 2 തരത്തിലുള്ള ക്വാണ്ടിറ്റീസ് ഉണ്ട്, ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആൻഡ് ഡെറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. ഡയമെൻഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മളൊരു ഡെറൈവ്ഡ് ക്വാണ്ടിറ്റി എഴുതുമ്പോൾ, നമ്മളൊരു ഡെറൈവ്ഡ് ക്വാണ്ടിറ്റിയെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ, ആ ഡെറൈവ്ഡ് ക്വാണ്ടിറ്റിക്കകത്ത് കുറെ എന്ത് കാണും? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആണ്. ഒരു ഡെറൈവ്ഡ് ക്വാണ്ടിറ്റിയെ എഴുതാൻ, റെപ്രസെന്റ് ചെയ്യാൻ, ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റികളുടെ പവർ എത്ര റൈസ് ചെയ്യണമോ, അതായത് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റികളുടെ പവർ എത്രയായിട്ട് എഴുതണമോ, ആ പവറുകളെ വിളിക്കുന്ന പേരാണ് ആ ഡെറൈവ്ഡ് ക്വാണ്ടിറ്റിയുടെ എന്ത്? ഡയമെൻഷൻ. ഇങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവാൻ ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ ഇങ്ങനെ എഴുതാം, ഒരു ഉദാഹരണം എഴുതാം. ഇപ്പോ ഏരിയ, ഏരിയ ഏരിയ ഏത് വേണോ ആവാം. ഞാനിവിടെ റെക്ടാംഗിളിന്റെ ഏരിയ ആണ് എടുക്കുന്നത്. റെക്ടാംഗിളിന്റെ ഏരിയ ഓഫ് എ റെക്ടാംഗിൾ. ഓക്കെ, ഏരിയ ഓഫ് എ റെക്ടാംഗിൾ ഇസ് ഈക്വൽ ടു, നമുക്കറിയാം, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഓക്കെ, ഏരിയ ഓഫ് എ റെക്ടാംഗിൾ ഇസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, വിച്ച് ഇസ് ഈക്വൽ ടു, ലെങ്ത് എന്ന് പറയുന്നത് ഒരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി അല്ലേ. സോ ഈ ലെങ്ത് എന്ന് പറയുന്ന ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് ഞാൻ ക്യാപിറ്റൽ എൽ എന്ന് പറയുന്ന ഒരു ലെറ്റർ എന്ത് ചെയ്യും? യൂസ് ചെയ്യും. ക്യാപിറ്റൽ എൽ എന്ന് പറയുന്നത് റെപ്രസെന്റേഷൻ ആണ്. ഏത് ക്വാണ്ടിറ്റിയുടെ റെപ്രസെന്റേഷൻ ആണ്? ലെങ്ത് എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയുടെ, ബേസിക് ക്വാണ്ടിറ്റിയുടെ റെപ്രസെന്റേഷൻ ആണ്. ലെങ്തിന്റെ മാത്രമല്ല, SI യൂണിറ്റ് മീറ്റർ വരുന്ന എല്ലാ ക്വാണ്ടിറ്റിയും നമ്മൾ എൽ ഉപയോഗിച്ചാണ് എന്ത് ചെയ്യുന്നത്? റെപ്രസെന്റ് ചെയ്യുന്നത്. SI യൂണിറ്റ് മീറ്റർ വരുന്നത്. അപ്പോ ലെങ്തിന്റെ യൂണിറ്റ് മീറ്റർ ആണ്, ബ്രെഡ്ത്തിന്റെ യൂണിറ്റ് മീറ്റർ ആണ്, ഹൈറ്റിന്റെ യൂണിറ്റ് മീറ്റർ ആണ്, ഡെപ്തിന്റെ യൂണിറ്റ് മീറ്റർ ആണ്, തിക്നെസിന്റെ യൂണിറ്റ് മീറ്റർ ആണ്. അപ്പോ മീറ്റർ, SI യൂണിറ്റ് മീറ്റർ വരുന്ന എല്ലാ ക്വാണ്ടിറ്റികളെയും നമ്മൾ ഏത് ലെറ്റർ കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? എൽ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? റെപ്രസെന്റ് ചെയ്യുന്നത്. ലെങ്ത് എന്ന് പറയുന്ന ബേസിക് ക്വാണ്ടിറ്റി. ഓക്കെ, സോ ലെങ്തിന് പകരം ഞാൻ എൽ കൊടുത്തു, ഇൻറ്റു ബ്രെഡ്ത്തിന് പകരം എനിക്ക് എന്ത് തന്നെ കൊടുക്കാം? എൽ തന്നെ കൊടുക്കാം. കാര്യം ബ്രെഡ്ത്തിന്റെ യൂണിറ്റും എന്താണ്? മീറ്റർ ആണ്.
അല്ലെ? ഹൈറ്റിന്റെ യൂണിറ്റും എന്താണ്? മീറ്റർ ആണ്. ഡെപ്തിന്റെ യൂണിറ്റും എന്താണ്? മീറ്റർ. അപ്പൊ മീറ്റർ യൂണിറ്റ് വരുന്ന എല്ലാരെയും നമ്മൾ എല്ല് കൊണ്ട് എന്ത് ചെയ്യുന്നു? റെപ്രസെന്റ് ചെയ്യുന്നു. ബേസിക്കലി ഓൾ ദീസ് ആർ ലെങ്ത്. അതെല്ലാം എന്താണ്? നീളങ്ങളാണ്. ഓക്കെ, അപ്പൊ ലെങ്തിന് എല്ല് കൊടുത്തു, ബ്രെഡ്ത്തിന് എല്ല് കൊടുത്തു. അപ്പൊ എൽ ഇൻറ്റു എൽ എന്താണ്? എൽ സ്ക്വയർ ആണ്. എൽ ഇൻറ്റു എൽ എന്താണ്? എൽ സ്ക്വയർ. അപ്പൊ നോക്കൂ, ഏരിയ എന്ന് പറയുന്ന ഡെറൈവ്ഡ് ക്വാണ്ടിറ്റിയില് ലെങ്ത് എന്ന് പറയുന്ന ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി, ഏരിയ എന്ന് പറയുന്ന ഡെറൈവ്ഡ് ക്വാണ്ടിറ്റി, ലെങ്ത് എന്ന് പറയുന്ന ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി എത്ര തവണ വന്നിട്ടുണ്ട്? 2 തവണ വന്നിട്ടുണ്ട്. എന്തൊക്കെയായിട്ടാണ്? ലെങ്ത് ആയിട്ട്, ബ്രെഡ്ത്ത് ആയിട്ട്. ശരിയാണോ? സോ ആ 2 തവണ വന്നിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കാനാണ് നമ്മൾ എല്ലിന്റെ മുകളിൽ എന്തിട്ടേക്കുന്നത്? സ്ക്വയർ 2 ഇട്ടിരിക്കുന്നത്. ശരിയാണോ? അപ്പൊ ഏരിയ എന്ന് പറയുന്ന ഡെറൈവ്ഡ് ക്വാണ്ടിറ്റിയില് ലെങ്ത് എന്ന് പറയുന്ന ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി എത്ര തവണ വന്നിട്ടുണ്ട്? 2 തവണ വന്നിട്ടുണ്ട്. ഈ 2വിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഡയമെൻഷൻ എന്ന് വിളിക്കുന്നത്. ഈ നമ്പർ 2വിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഡയമെൻഷൻ. ആരുടെ ഡയമെൻഷൻ? ഏരിയയുടെ ഡയമെൻഷൻ. സോ ഡയമെൻഷൻ ഓഫ് ലെങ്ത് ഇൻ ഏരിയ, ഡയമെൻഷൻ ഓഫ് ലെങ്ത് ഇൻ ഏരിയ ഈസ് 2 എന്ന് പറഞ്ഞാൽ ഏരിയ എന്ന് പറയുന്ന ഡെറൈവ്ഡ് ക്വാണ്ടിറ്റിയെ ലെങ്തിന്റെ പവർ 2 ആക്കി എഴുതിയാൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഞാൻ ഈ പറഞ്ഞത് ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ, നമുക്ക് വോളിയം, മറ്റൊരു എക്സാമ്പിൾ. വോളിയം എവിടെ? ഏറ്റവുകാർക്ക് പറയാം. വോളിയം, മറ്റൊരു എക്സാമ്പിൾ പറയാം. വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ശരിയല്ലേ? വോളിയം എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു, ലെങ്തിനെ നമുക്ക് ഏത് ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കാം? ലെങ്ത് എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആണ്, എൽ അല്ലെ? അതിന്റെ യൂണിറ്റ് മീറ്റർ ആണ്. സോ എൽ കൊണ്ട് റെപ്രസെന്റ് ചെയ്യാം. ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറയുന്നതിന്റെ യൂണിറ്റ് മീറ്റർ ആണ്. ഞാൻ പറഞ്ഞു, മീറ്റർ എന്ന് പറയുന്ന യൂണിറ്റ് വരുന്ന എല്ലാ ക്വാണ്ടിറ്റികളെയും നമ്മൾ എല്ല് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? റെപ്രസെന്റ് ചെയ്യുന്നത്. തിക്നെസിനെയും നമ്മൾ എല്ല് കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ശരിയല്ലേ? അപ്പൊ ബ്രെഡ്ത്തിനെയും നമുക്ക് എല്ല് കൊണ്ട് റെപ്രസെന്റ് ചെയ്യാം. ഇൻറ്റു ഹൈറ്റിന്റെയും SI യൂണിറ്റ് എന്താണ്? മീറ്റർ ആണ്. അപ്പൊ എല്ല് വരും. സോ എൽ ഇൻറ്റു എൽ വിച്ച് ഇസ് ഈക്വൽ ടു എന്താ? എൽ ക്യൂബ്. എൽ ഇൻറ്റു എൽ ഇസ് ഈക്വൽ ടു എന്താണ്? എൽ ക്യൂബ്. അതായത് വോളിയം എന്ന് പറയുന്ന ഡെറൈവ്ഡ് ക്വാണ്ടിറ്റിയെ, വോളിയം ഒരു ഡെറൈവ്ഡ് ക്വാണ്ടിറ്റിയാണ്. ശരിയല്ലേ? വോളിയം എന്ന് പറയുന്ന ഡെറൈവ്ഡ് ക്വാണ്ടിറ്റിയെ ലെങ്ത് എന്ന് പറയുന്ന ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യുമ്പോൾ ആ ലെങ്തിന്റെ പവർ ആയിട്ട് വരുന്നത് എത്രയാണ്? 3 ആണ്. അതായത് വോളിയത്തിൽ ലെങ്ത് എത്ര തവണ വരും? 3 തവണ വരും. 3 വ്യത്യസ്ത രീതിയിലാണ് വരുന്നത്. ലെങ്ത് ആയിട്ട്, ബ്രെഡ്ത്ത് ആയിട്ട്, ഹൈറ്റ് ആയിട്ട്. ഓക്കെ, അപ്പോ 3 ഈസ് ദി ഡയമെൻഷൻ ഓഫ് ലെങ്ത് ഇൻ വോളിയം എന്ന് പറഞ്ഞാൽ വോളിയത്തിൽ ലെങ്തിന്റെ പവർ 3 ആണ് എന്ന് പറഞ്ഞാൽ വോളിയം എന്ന് പറയുന്ന ഡെറൈവ്ഡ് ക്വാണ്ടിറ്റിയെ ലെങ്ത് എന്ന് പറയുന്ന ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി 3 പ്രാവശ്യം ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? റെപ്രസെന്റ് ചെയ്യാം. ഈസ് ഇറ്റ് ക്ലിയർ? ഈസ് ഇറ്റ് ക്ലിയർ? ഓക്കെ ഓക്കെ ഓക്കെ, ശരി ശരി. നോക്ക്, നമ്മൾ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആയിട്ട് പഠിച്ചിട്ടുള്ളത് 7 എണ്ണമാണ് അല്ലെ? ഏതൊക്കെയാ? ലെങ്ത്, മാസ്, ടൈം, ടെമ്പറേച്ചർ അല്ലെ, ഇലക്ട്രിക് കറണ്ട്, ലൂമിനസ് ഇന്റൻസിറ്റി, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, അങ്ങനെ 7 എണ്ണം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പഠിച്ചിട്ടുണ്ട്. ഈ 7 എണ്ണം ഉണ്ടെങ്കിലും നമുക്ക് മെക്കാനിക്സിൽ, അതായത് മൂവ്മെന്റ് പറയുമ്പോഴും ഫണ്ടമെന്റൽ മെക്കാനിക്സ് നമ്മൾ പഠിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പറയുന്ന 3 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റികൾ എന്ന് പറയും. ഞാൻ അന്ന് പറഞ്ഞായിരുന്നു, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റികൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ലെങ്തും മാസും ടൈമുമാണ്, അല്ലെങ്കിൽ മാസും ലെങ്തും ടൈമുമാണ്. ശരിയാണ്? ഈ 3 എണ്ണമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അല്ലെ? സാർ 3 ഈസ് ദി ഡയമെൻഷൻ ഓഫ് വോളിയം ഇൻ ലെങ്ത് എന്നാണോ? 3 ഈസ് ദി ഡയമെൻഷൻ ഓഫ് ലെങ്ത് ഇൻ വോളിയം എന്നാണ്. വോളിയം ഇൻ ലെങ്ത് എന്നല്ല, ലെങ്ത് ഇൻ വോളിയം എന്നാണ്. കേട്ടോ? ഓക്കെ, 3 ഈസ് ദ ഡയമെൻഷൻ. ഇങ്ങനെ ഇതിനെ പറയുന്നത് 3 ഈസ് ദ ഡയമെൻഷൻ ഓഫ് ലെങ്ത് ഇൻ വോളിയം എന്ന് പറഞ്ഞാൽ വോളിയത്തിനകത്ത് ലെങ്തിന്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ പവർ ആണ്. പവർ 3 ആണ് എന്നാണ്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് മാസ്, ലെങ്ത്, ടൈം, ഇത് 3 ഏറ്റവും ബേസിക് ആയിട്ടുള്ള ക്വാണ്ടിറ്റി. അതിന് ലെങ്തിന് ഏത് ലെറ്റർ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുമെന്ന് പറഞ്ഞു? എല്ല് കൊണ്ട് റെപ്രസെന്റ് ചെയ്യും. മാസിനെ അപ്പൊ ഏത് ലെറ്റർ കൊണ്ടായിരിക്കും സൂചിപ്പിക്കുന്നത്? മാസിനെ നമ്മൾ ഏത് ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്? ക്യാപിറ്റൽ ലെറ്റർ M കൊണ്ട്.
ടൈമിനെ ഏത് ലെറ്റർ കൊണ്ടായിരിക്കും സൂചിപ്പിക്കുന്നത്? ക്യാപിറ്റൽ ലെറ്റർ T കൊണ്ട്. ഓക്കെ, അപ്പൊ മാസിനെ M കൊണ്ട്, ലെങ്തിനെ L കൊണ്ട്, ടൈമിനെ ഏത് ലെറ്റർ ഉണ്ട്? T കൊണ്ട്. അപ്പൊ നോക്കൂ, ഏരിയക്കകത്ത് ലെങ്ത് ഉണ്ട്. എത്ര തവണയുണ്ട്? 2 തവണയുണ്ട്. മാസ് ഉണ്ടോ? ഏരിയ എന്ന് പറയുന്ന ഡെറൈവ്ഡ് ക്വാണ്ടിറ്റിക്കകത്ത് മാസ് ഉണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, M റൈസ് ടു 0. M റൈസ് ടു 0 എന്ന് പറഞ്ഞാൽ ഏരിയ എന്ന് പറയുന്ന ഡെറൈവ്ഡ് ക്വാണ്ടിറ്റിയിൽ മാസ് എന്ന് പറയുന്ന ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി 0 തവണയുണ്ട് എന്ന് പറഞ്ഞാൽ ഇല്ല എന്നാണ് അർത്ഥം. ശരിയാണോ? അടുത്ത ഓർഡർ അനുസരിച്ച് ലെങ്ത് ആണ്. ലെങ്ത് എത്ര തവണയുണ്ട്? 2 തവണയുണ്ട്. അടുത്ത ടൈം ആണ്. ടൈം ഉണ്ടോ? ഏരിയക്കകത്ത് ടൈം ഇല്ല. അപ്പൊ T റൈസ് ടു എന്താ? 0. ഓക്കെ, അപ്പോ 3 ഏതെങ്കിലും ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ അതിന് എന്ത് കൊടുത്ത് എഴുതാം? 0 കൊടുത്ത് എഴുതുന്നതിൽ തെറ്റില്ല. പക്ഷെ ബാക്കിയില്ല, ബാക്കി 4 കൂടെ ഉണ്ട്. ആ 4 0 കൊടുത്ത്, കറണ്ട് ഉണ്ടോ? കറണ്ട് ഇല്ല. അപ്പൊ റൈസ് ടു 0 അത് എഴുതേണ്ട ആവശ്യമില്ല. പക്ഷെ ഈ 3 നമ്മൾ എഴുതും. ഏതെങ്കിലും ഒന്നില്ലെങ്കിൽ അതിന് റൈസ് ടു എന്ത് കൊടുക്കും? 0 കൊടുക്കും. ഓക്കെ, അപ്പോ ഏരിയയെ സംബന്ധിച്ചിടത്തോളം M റൈസ് ടു 0, L റൈസ് ടു 2, T റൈസ് ടു 0 എന്ന് പറഞ്ഞാൽ 0 ഈസ് ദി ഡയമെൻഷൻ ഓഫ് മാസ് ഇൻ ഏരിയ, 2 is the dimension of length in area, 0 is the dimension of time in area. Similarly, ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? വോളിയത്തിന്റെ കേസിൽ എങ്ങനെ എഴുതാം? വോളിയം പറഞ്ഞോളൂ. വോളിയത്തിനകത്ത് മാസം ഉണ്ടോ? ഇല്ല. സോ മാസ് ഇല്ലാത്തതുകൊണ്ട് M റൈസ് ടു 0. ലെങ്ത് ഉണ്ട് 3 തവണ, ടൈം ഇല്ല, റൈസ് ടു 0. സോ M റൈസ് ടു 0, L റൈസ് ടു 3, T റൈസ് ടു 0. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, സോ ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. വാട്ട് ആർ ദി ഡയമെൻഷൻസ് ഓഫ് സാർ പവർ 0 വന്നാൽ ആൻസർ 1 എന്നല്ലേ? ആടോ, M റൈസ് ടു 0 എന്ന് പറഞ്ഞാൽ 1 ആണ്, T റൈസ് ടു 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ 1 into L റൈസ് ടു 2 into 1 എന്ന് പറഞ്ഞാൽ L റൈസ് ടു 2. വാല്യൂന് വ്യത്യാസമൊന്നുമില്ല. നമ്മൾ ഇവിടെ M റൈസ് ടു 0 എന്ന് എഴുതുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ പറയുന്നു ഏരിയ എന്ന് പറയുന്ന ഡെറൈവ്ഡ് ക്വാണ്ടിറ്റിയിൽ മാസ് എന്ന് പറയുന്ന ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ഇല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കൊടുക്കുന്നത്. ഓക്കെ, സോ ഞാനൊരു ചോദ്യം ചോദിക്കുന്നത്, വാട്ട് ആർ ദി ഡയമെൻഷൻസ് ഓഫ് ഏരിയ? അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാം. വാട്ട് ആർ ദി ഡയമെൻഷൻസ് ഓഫ് ഏരിയ? ഏരിയയുടെ ഡയമെൻഷൻസ് എന്താണ് എന്ന് ചോദിച്ചാൽ നമ്മൾ എങ്ങനെ ഉത്തരം പറയും? വാട്ട് ആർ ദി ഡയമെൻഷൻസ് ഓഫ് ഏരിയ എന്ന് ചോദിച്ചാൽ നമ്മൾ ഇങ്ങനെ പറയും അല്ലെ? 0 in mass, 2 in length, 0 in time. ഈ പവറുകളെ വിളിക്കുന്ന പേരാണെന്ത്? ഡയമെൻഷൻ. ശരിയാണ്. അല്ലെങ്കിൽ ചോദിക്കാം, വാട്ട് ഈസ് ദി ഡയമെൻഷൻ ഓഫ് ലെങ്ത് ഇൻ ഏരിയ? ഏരിയക്കകത്ത് ലെങ്തിന്റെ ഡയമെൻഷൻ എന്താണ്? എന്താന്ന് വെച്ചാൽ നമ്മുടെ ഉത്തരം എന്താണ്? 2. ശരിയാണ്. വാട്ട് ഈസ് ദി ഡയമെൻഷൻ ഓഫ് ടൈം ഇൻ ഏരിയ? ഏരിയയിൽ ടൈമിന്റെ ഡയമെൻഷൻ എന്താണ്? 0 is the dimension of time in area. ഏരിയ എന്ന് പറയുന്ന ഡെറൈവ്ഡ് ക്വാണ്ടിറ്റിയിൽ ടൈം എന്ന് പറയുന്ന ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ അഥവാ പവർ എന്ന് പറയുന്നത് 0 ആണ്. അപ്പൊ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പവർ ആണ്. ഈ പവറുകളെ വിളിക്കുന്ന പേരാണെന്ത്? ഡയമെൻഷൻ. സോ 0, 3 and 0 are the dimensions of mass, length, time in volume. ഒന്നുകൂടെ പറയാം. 0, 3 and 0 are the dimensions of mass, length and time in volume. Clear? Okay ആണോ? ഇങ്ങനെ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. M റൈസ് ടു 0 T റൈസ് ടു 0 എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. L സ്ക്വയർ എന്ന് മാത്രം എഴുതിയാലും മതി. നമ്മൾ എപ്പോഴും ഇങ്ങനെ ഇല്ലാത്ത സാധനം 0 എന്ന് എഴുതില്ല. നമ്മളിപ്പോ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. കാര്യം ബാക്കി ഇല്ലാത്ത സാധനം 0 എന്ന് എഴുതുന്നത് നമുക്ക് പലപ്പോഴും സമയനഷ്ടമാണ്. അപ്പൊ നമ്മൾ ഏരിയയുടെ ഡയമെൻഷൻ എഴുതാൻ പറഞ്ഞാൽ L സ്ക്വയർ എന്ന് മാത്രമേ നമ്മൾ എന്ത് എഴുതുള്ളൂ. ബാക്കി എഴുതണമെന്നില്ല. നമുക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, നമുക്ക് ഒരെണ്ണം ഇവിടെ പറഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. സ്പീഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാനുള്ള ഒരു ക്വാണ്ടിറ്റി ആണല്ലേ സ്പീഡ്. സ്പീഡ് ഇസ് ഈക്വൽ ടു എന്താണ്? സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? സ്പീഡ് ഇസ് ഈക്വൽ ടു സ്പീഡ്. ശരിയല്ലേ? വിച്ച് ഇസ് ഈക്വൽ ടു പറഞ്ഞേ. ഡിസ്റ്റൻസിനെ നമ്മൾ ഏത് ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കും? ഡിസ്റ്റൻസിന്റെ SI യൂണിറ്റ് എന്താണ്? മീറ്റർ. ശരിയല്ലേ? ഞാൻ പറഞ്ഞു മീറ്റർ യൂണിറ്റ് വരുന്ന എല്ലാ കാര്യങ്ങളെയും, അതായത് സെന്റിമീറ്റർ ആയാലും മീറ്റർ ആയാലും ആ ഒരു കാറ്റഗറി വരുന്ന എല്ലാത്തിനെയും നമ്മൾ ഏത് ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്?
അപ്പൊ ഡിസ്റ്റൻസിനെ നമുക്ക് L കൊണ്ട് റെപ്രസെന്റ് ചെയ്യാം. ഡിവൈഡഡ് ബൈ ടൈമിനെ നമുക്ക് എന്തുകൊണ്ട് സൂചിപ്പിക്കാം? T കൊണ്ട് സൂചിപ്പിക്കാം. ശരിയല്ലേ? നമ്മൾ ഒരിക്കലും നമ്മൾ ഡയമെൻഷൻ എഴുതുമ്പോൾ ഇങ്ങനെ റേഷ്യോ ആയിട്ട് എഴുതാറില്ല, കോഷ്യന്റ് ആയിട്ട് എഴുതാറില്ല. കോഷ്യന്റ് ആയിട്ട് നമ്മൾ എഴുതാൻ പാടില്ല. സോ നമുക്ക് ഈ താഴെ കിടക്കുന്ന ടിയെ കൂടി എന്ത് ചെയ്യണം? മുകളിൽ കൊണ്ടുപോകണം. അപ്പൊ ഇവിടെ L ഉണ്ട്, താഴെ കിടക്കുന്ന ടി മേളിൽ പോകുമ്പോൾ എന്താവണോ? T റൈസ് ടു -1. താഴെ കിടക്കുന്ന ടി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം T റൈസ് ടു 1 എന്നാണ്. T റൈസ് ടു 1 അങ്ങ് മേളിൽ പോകുമ്പോൾ എന്താവും? T റൈസ് ടു -1. ക്ലിയർ അല്ലേ? ഓക്കെ. സോ സ്പീഡിനെ സംബന്ധിച്ചിടത്തോളം ലെങ്ത് എത്ര തവണ വന്നിട്ടുണ്ട്? ഇവിടെ ഒന്നും എഴുതിയില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ഇവിടെ ഒന്നും എഴുതിയില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? 1. ശരിയാണോ? ഒന്നും എഴുതിയില്ലെങ്കിൽ അതിന്റെ അർത്ഥം 1 എന്നാണ്. 0 എന്നല്ല, 1 എന്നാണ്. അപ്പോ ലെങ്തിന്റെ ഡയമെൻഷൻ എത്രയാണ്? 1. ടൈമിന്റെ ഡയമെൻഷൻ എത്രയാണ്? -1. മാസിന്റെ ഡയമെൻഷൻ ഉണ്ടോ? 0. ശരിയല്ലേ? അപ്പൊ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, m റൈസ് ടു 0 L T റൈസ് ടു -1. m റൈസ് ടു 0 L T റൈസ് ടു -1. ക്ലിയർ ആണോ? 0, 1 and -1 are the dimensions of mass, length and time in speed. ശരിയാണോ? സ്പീഡിൽ മാസിന്റെയും ലെങ്തിന്റെയും ടൈമിന്റെയും ഡയമെൻഷൻസ് യഥാക്രമം 0ഉം 1ഉം -1ഉമാണ് എന്നാണ് അർത്ഥം. ഓക്കെ ആണോ? ഒന്നുകൂടെ പറയണമെന്ന് പറഞ്ഞു. സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ഡിസ്റ്റൻസിന് പകരം L, ടൈമിന് പകരം എന്താ? T. ഓക്കെ. ഈ താഴെ കിടക്കുന്ന T മേളിൽ പോകുമ്പോൾ T റൈസ് ടു -1. ഓക്കെ ആണോ? ലെങ്തിന്റെ പവർ 1, ടിയുടെ പവർ എന്താ? -1. ഈ 1നെയും -1നെയും ആണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഡയമെൻഷൻ എന്ന് വിളിക്കുക. അപ്പൊ സ്പീഡിൽ ലെങ്തിന്റെ ഡയമെൻഷൻ 1 ആണ്, ടൈമിന്റെ ഡയമെൻഷൻ എന്താണ്? -1 ആണ്. വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, മാസ് ഇല്ലാത്തതുകൊണ്ട് m റൈസ് ടു 0 എന്ന് എഴുതാം. ഓക്കെ. ഓക്കെ ആണോ? ശരി. ഓക്കെ. ഡയമെൻഷണൽ ഫോർമുല, ഡയമെൻഷണൽ ഫോർമുല. ഡയമെൻഷണൽ ഫോർമുല എന്ന് പറഞ്ഞാൽ ഒരു ഡെറൈവ്ഡ് ക്വാണ്ടിറ്റിയെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ഉപയോഗിച്ച് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം എന്ന് കാണിക്കുന്ന സംഗതിയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഡയമെൻഷണൽ ഫോർമുല എന്ന് വിളിക്കുക. ഉദാഹരണത്തിന് വോളിയം. വോളിയം എന്ന് പറയുന്ന ഡെറൈവ്ഡ് ക്വാണ്ടിറ്റിയെ നമ്മൾ മാസ്, ലെങ്ത്, ടൈം എന്ന് പറയുന്ന 3 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ഉപയോഗിച്ച് എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? m റൈസ് ടു 0 L റൈസ് ടു 3 T റൈസ് ടു 0 എന്നാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ഈ റെപ്രസെന്റേഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഡയമെൻഷണൽ ഫോർമുല എന്ന് വിളിക്കുക. ശരിയാണോ? അപ്പൊ വോളിയത്തിന്റെ ഡയമെൻഷണൽ ഫോർമുല എന്താന്ന് ചോദിച്ചാൽ m റൈസ് ടു 0 L ക്യൂബ് T റൈസ് ടു 0 എന്നാണ്. എന്നിട്ട് ഡയമെൻഷണൽ ഫോർമുല റെപ്രസെന്റ് ചെയ്യുന്നതിന് ഒരു മെത്തേഡ് ഉണ്ട്. നമ്മൾ ഇത് എഴുതിയതിനു ശേഷം ഇതിനൊരു സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കണം. എന്ത് കൊടുക്കണം? സ്ക്വയർ ബ്രാക്കറ്റ്. ഒരു സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കണം. ഇങ്ങനെ എഴുതിയിരുന്നാൽ നമ്മൾ പറയും ദിസ് ഇസ് ദി ഡയമെൻഷണൽ ഫോർമുല ഓഫ് വോളിയം. ദിസ് ഇസ് ദി ഡയമെൻഷണൽ ഫോർമുല ഓഫ് വോളിയം. ഇത് വോളിയത്തിന്റെ എന്താണ്? ഡയമെൻഷണൽ ഫോർമുലയാണ്. ശരിയാണോ? ഡയമെൻഷണൽ ഫോർമുല ഓഫ് വോളിയം ഇതാണ്. അപ്പൊ ഡയമെൻഷണൽ ഫോർമുല ഓഫ് വെലോസിറ്റി എന്തായിരിക്കും? ഡയമെൻഷണൽ ഫോർമുല ഓഫ് സ്പീഡ്. വെലോസിറ്റി അല്ലേ, നമ്മൾ സ്പീഡ് അല്ലേ പറഞ്ഞു? സ്പീഡ് പറ. ഡയമെൻഷണൽ ഫോർമുല ഓഫ് സ്പീഡ്. ഡയമെൻഷണൽ ഫോർമുല ഓഫ് സ്പീഡ് നമ്മൾ എങ്ങനെ എഴുതും? ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇടുക. m റൈസ് ടു 0 L T റൈസ് ടു -1. നമ്മൾ നേരത്തെ എഴുതിയതാണ് അല്ലെ? m റൈസ് ടു 0 L T റൈസ് ടു -1. ഡെഫിനിഷൻ. ഡയമെൻഷണൽ ഫോർമുലയ്ക്ക് ഇങ്ങനെ ഡെഫിനിഷൻ ഒന്നും ഇല്ലടോ. ഡെഫിനിഷൻ ആയിട്ട് എന്താ പറയാൻ പറ്റുക? ഒരു ഡെറൈവ്ഡ് ക്വാണ്ടിറ്റിയെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ഉപയോഗിച്ച് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം എന്ന് കാണിക്കുന്ന ഫോർമുലയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഡയമെൻഷണൽ ഫോർമുല. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. അപ്പൊ ഡയമെൻഷണൽ ഫോർമുല ഓഫ് വോളിയം m റൈസ് ടു 0 L റൈസ് ടു 3 T റൈസ് ടു 0 എന്ന് പറഞ്ഞതിന്റെ അർത്ഥം വോളിയത്തിനകത്ത് മാസ് 0 തവണ വരുന്നില്ല, ലെങ്ത് 3 തവണ വരുന്നു, ടൈം 0 തവണ വരുന്നു എന്നാണ്. 0 കൊടുത്തില്ലെങ്കിൽ കുഴപ്പമുണ്ടോ സാർ? കുഴപ്പമൊന്നുമില്ല. ഈ 0 കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. 0 കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല സാർ. വോളിയം ഇതിന്റെ ഏരിയ ക്യൂബും
സാർ വോളിയം മനസ്സിലായില്ല സാർ വോളിയം അല്ലേ ഏരിയ ഓഫ് ക്യൂബ്. അഭിജിത്ത് എന്താണ് പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല കേട്ടോ, ഒന്നുകൂടെ പറഞ്ഞേ. ഇത് ഏരിയയുടെ അല്ലാതെ വോളിയത്തിന്റെ ആണ് കേട്ടോ. ഇത് ഡയമെൻഷണൽ ഫോർമുല ഓഫ് വോളിയം ആണ്, എൽ ക്യൂബ്. എമ്മും ടിയും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയൂ. എമ്മും ടിയും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള എക്സാമ്പിൾ നമ്മൾ ഓരോന്നായിട്ട് പറയാം കേട്ടോ. അത് കുറച്ച് അങ്ങോട്ട് ചെല്ലുമ്പോഴേ നമുക്ക് മനസ്സിലാവും. ആദ്യം നമുക്ക് ബാക്കി എല്ലാത്തിന്റെയും പറഞ്ഞതിന് ശേഷം എമ്മും ടിയും കൂടെ ഉള്ളത് പറയാം. ഓക്കെ, 0 കൊടുത്തില്ലേൽ പവർ 1 ആകില്ലേ? 0 കൊടുത്തില്ലേൽ കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ ഇത് മൊത്തത്തിൽ കൊടുക്കേണ്ടതാണ് ഞാൻ പറഞ്ഞത്. m⁻0 കൊടുത്തില്ല കുഴപ്പമില്ലെന്നാ പറഞ്ഞത് കേട്ടോ. ഇങ്ങനെ എഴുതിയാലും മതി. LT⁻−1. 0 കൊടുക്കണ്ടെന്ന് പറഞ്ഞാൽ m⁻0ക്ക് പകരം m എന്ന് എഴുതാൻ പറ്റില്ല. ഇത് രണ്ടും ഒന്നല്ല കേട്ടോ. m⁻0 m ഒന്നല്ല. 0 കൊടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ m⁻0 കൊടുത്തില്ലേലും കുഴപ്പമില്ല. ഇവിടെ m⁻0 കൊടുത്തില്ലേലും കുഴപ്പമില്ല. ഇവിടെ m⁻0യും t⁻0യും കൊടുത്തില്ലേലും കുഴപ്പമില്ല. ഈ 0 കൊടുക്കുന്നതിന് പകരം ഒന്നും കൊടുക്കാത്ത t⁻1 എന്നായി പോകും. അത് തെറ്റാണ് കേട്ടോ. ഓക്കെ, m⁻0യും m ഒന്നല്ല. ഓക്കെ, എൽ ക്യൂബ് രണ്ടും ഒന്നല്ലേ? ഏരിയ ഓഫ് ക്യൂബും വോളിയവും. ഏരിയ ഓഫ് ക്യൂബും ഓക്കെ. അഭിജിത്ത് പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ഏരിയ ഓഫ് ക്യൂബും വോളിയവും ഒന്നല്ലേന്നോ? ഏരിയ ഓഫ് ദി ക്യൂബും വോളിയം എങ്ങനെയാണോ ഒന്നാവുന്നത്? ഓക്കെ, അപ്പോ നമ്മൾ ഈ മാസ്, ലെങ്ത്, ടൈം ഈ 3 സാധനത്തിനെ റെപ്രസെന്റ് ചെയ്യാൻ ഇതുവരെ പഠിച്ചോളൂ അല്ലെ? ഈ 3 അല്ല ഫണ്ടമെന്റൽ, മൊത്തം 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ഉണ്ട് അല്ലെ? അപ്പൊ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് നോക്കാം നമുക്ക്. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിനെ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ആദ്യം മാസ്. മാസിനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ക്യാപിറ്റൽ ലെറ്റർ എം ഉപയോഗിച്ചാണ് അല്ലെ? ലെങ്ത്, ലെങ്തിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ എൽ ഉപയോഗിച്ചാണ്. ഓക്കെ, അടുത്ത ടൈം, ക്യാപിറ്റൽ ലെറ്റർ ടി ഉപയോഗിച്ചാണ്. അടുത്തത് ടെമ്പറേച്ചർ, ക്യാപിറ്റൽ ലെറ്റർ കെ ഉപയോഗിച്ചാണ് കേട്ടോ. തെറ്റിപ്പോകരുത്. ടെമ്പറേച്ചറിനെ നമ്മൾ കെ ഉപയോഗിച്ചാണ്. കെൽവിന്റെ കെ യൂണിറ്റ് പോലെ തന്നെയാണ് നമ്മൾ റെപ്രസെന്റേഷൻ ഉപയോഗിക്കുന്നത്. അടുത്ത നമ്മുടെ കറണ്ട് ആണ്, ഇലക്ട്രിക് കറണ്ട്. ഇലക്ട്രിക് കറണ്ട്, ഇലക്ട്രിക് കറണ്ടിന് നമുക്ക് 2 റെപ്രസെന്റേഷൻ ഉണ്ട്. ഐ ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യാം, ഓർ എ ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യാം. നമ്മുടെ ആംബിയർ മോഡ് ഐ ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യാം, അല്ലെങ്കിൽ എ ആംബിയർ എന്ന് പറയുന്ന യൂണിറ്റ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? റെപ്രസെന്റ് ചെയ്യാം. അടുത്തത് ലൂമിനസ് ഇന്റൻസിറ്റി. CD, കാൻഡലയുടെ CD, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. എന്താണ്? മോൾ തന്നെയാണ് MOL. ഓക്കെ, അപ്പോ 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയെ നമ്മൾ ഇങ്ങനെയാണ് ഡയമെൻഷനലി എന്ത് ചെയ്യുന്നത്? റെപ്രസെന്റ് ചെയ്യുന്നത്. അതില് മാസ്, ലെങ്ത്, ടൈം ആ 3 സാധനത്തിന് മാത്രമേ നമ്മൾ യൂണിറ്റ് ഉപയോഗിക്കാതെ ഉള്ളൂ. ബാക്കി 4 എണ്ണത്തിന് നമ്മൾ യൂണിറ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ശരിയാണ്. അപ്പൊ മാസിന്റെ SI യൂണിറ്റ് കിലോഗ്രാം ആണ്, പക്ഷെ നമ്മൾ M ഉപയോഗിച്ചാണ് അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ലെങ്തിന്റെ യൂണിറ്റ് മീറ്റർ ആണ്, പക്ഷെ നമ്മൾ L ഉപയോഗിച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്, പക്ഷെ നമ്മൾ T എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ബാക്കിയെല്ലാം അതാത് യൂണിറ്റ് ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡയമെൻഷനലി റെപ്രസെന്റ് ചെയ്യുന്നത്. ടെമ്പറേച്ചർ വന്ന് ക്യാപിറ്റൽ ലെറ്റർ കെ ഇൻ സ്ക്വയർ ബ്രാക്കറ്റ്. ഇലക്ട്രിക് കറണ്ടിന് നമുക്ക് ക്യാപിറ്റൽ ലെറ്റർ ഐഒ, ക്യാപിറ്റൽ ലെറ്റർ എയോ എന്ത് ചെയ്യാം? യൂസ് ചെയ്യാം. ലൂമിനസ് ഇന്റൻസിറ്റിക്ക് CD ഉപയോഗിക്കാം. അതുപോലെ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിന് നമുക്ക് മോൾ എന്ന് പറയുന്ന സാധനം ഉപയോഗിക്കാം. ഓക്കെ ആണോ? ഇത് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയാണ്. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി നമ്മൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഡയമെൻഷനലി റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഡെറൈവ്ഡ് ക്വാണ്ടിറ്റി നോക്കാം. ഒരുപാട് ഡെറൈവ്ഡ് ക്വാണ്ടിറ്റി നമുക്ക് അറിയില്ല. നിങ്ങൾക്ക് അറിയാവുന്ന ചില ഡെറൈവ്ഡ് ക്വാണ്ടിറ്റി നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഓക്കെ, സോ ഡെറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എങ്ങനെയാണ് നമ്മൾ ഡയമെൻഷനലി റെപ്രസെന്റ് ചെയ്യുന്നത് നോക്കാം.
derived quantities. നിങ്ങൾക്ക് അറിയാവുന്ന കുറെ എണ്ണം. നിങ്ങൾ ഈ ടെക്സ്റ്റ് മൊത്തം പഠിക്കുമ്പോഴത്തേക്ക് കുറെ പുതിയ ക്വാണ്ടിറ്റികൾ പഠിക്കും. അപ്പൊ പുതിയതായിട്ട് ഓരോന്ന് നിങ്ങൾക്ക് എഴുതാൻ പറ്റും കേട്ടോ. ഡയമെൻഷൻ എഴുതുന്നത് വളരെ എളുപ്പമാണ്. എങ്ങനെയാണെന്ന് നോക്കാം. derived quantities. derived quantities. ഓക്കെ, അപ്പോ derived quantitiesന് ഞാൻ ഇങ്ങനെ എഴുതുന്നു. ആദ്യം ക്വാണ്ടിറ്റി, നമ്മുടെ ക്വാണ്ടിറ്റി ഏതാണെന്നുള്ളത്, അതിനുശേഷം ആ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഉണ്ടെങ്കിൽ നമുക്കത് കണ്ടുപിടിക്കാൻ ഡയമെൻഷൻ എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതിന്റെ ഇക്വേഷൻ, അടുത്ത ഡയമെൻഷണൽ ഫോർമുല. ഓക്കെ, അങ്ങനെ 3 കോളമായിട്ടാണ് ഞാൻ എഴുതുന്നത്. ക്വാണ്ടിറ്റി, ആ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, അടുത്തത് ഡയമെൻഷണൽ ഫോർമുല. ഏരിയ, ആദ്യം നമുക്ക് അത് തന്നെ തുടങ്ങാം. ഏരിയ. ഓക്കെ, ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അപ്പൊ ഡയമെൻഷണൽ ഫോർമുല എന്ത് വരും? ഡയമെൻഷണൽ ഫോർമുല എന്ത് വരും? എൽ ഇൻറ്റു എൽ. എന്താണത്? എൽ, ലെങ്തിന് എൽ, ബ്രെഡ്ത്തിനും എൽ. എൽ ഇൻറ്റു എൽ എന്താ? എൽ സ്ക്വയർ. ഓക്കെ, മറ്റത് കൊടുക്കണമെന്നില്ല. എം റൈസ് ടു 0 എൽ സ്ക്വയർ ടി റൈസ് ടു 0 കൊടുക്കണമെന്നില്ല. സിംപിളി എൽ സ്ക്വയർ എന്ന് എഴുതിയാലും മതി എളുപ്പത്തിന് കേട്ടോ. മറ്റത് കൊടുത്തില്ലേലും വേണ്ടില്ല. അടുത്തത് വോളിയം. പറ, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് അല്ലെ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. അപ്പൊ എന്ത് വരും? എൽ ഇൻറ്റു എൽ ഇൻറ്റു എൽ, ദാറ്റ് ഈസ് എൽ ക്യൂബ്. എം റൈസ് ടു 0 ടി റൈസ് ടു 0 കൊടുത്തില്ലേലും വേണ്ടില്ല. നോട്ട് ക്ലിയർ. നമുക്ക് സ്പീഡ് എഴുതാം. സ്പീഡും വെലോസിറ്റി ഈ രണ്ടു പേർക്കും ഒരേ ഡയമെൻഷണൽ ഫോർമുലയാണ് കേട്ടോ. സ്പീഡ് ആയാലും വെലോസിറ്റി ആയാലും. കാര്യം സ്പീഡ് ആണെങ്കിൽ ഡിസ്റ്റൻസ് ബൈ ടൈം, വെലോസിറ്റി ആണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ഡിസ്റ്റൻസ് ആയാലും ഡിസ്പ്ലേസ്മെന്റ് ആയാലും മീറ്റർ ആണ് യൂണിറ്റ്. അപ്പോ ഡയമെൻഷൻ എല്ലായിരിക്കും. ശരിയല്ലേ? അപ്പൊ അതുകൊണ്ട് സ്പീഡിനും വെലോസിറ്റിക്കും ഒരേ ഡയമെൻഷണൽ ഫോർമുലയാണ്. എന്താണത്? എൽ ടി റൈസ് ടു -1 എന്നാണ്. നേരത്തെ എഴുതിയതാണ്. എം റൈസ് ടു 0 എഴുതിയില്ലേലും കുഴപ്പമില്ല, എം റൈസ് ടു 0 എഴുതിയില്ലേലും കുഴപ്പമില്ല. എൽ ടി റൈസ് ടു -1. അടുത്തത് ആക്സിലറേഷൻ ആണ്. ആക്സിലറേഷൻ ഇക്വേഷൻ പറയടോ, ത്വരണം. ആക്സിലറേഷൻ പറ. വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം എന്നല്ലേ? അല്ലെ? വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം. ശരിയാണോ? ആരും ഒന്നും മിണ്ടുന്നില്ല. ശരിയാണോ? A2 കാര്യം A1 കാര്യം A3 കാര്യം പറയും. ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു വെലോസിറ്റി ബൈ ടൈം ആണോ? അതെ. ഓക്കെ, അപ്പൊ നമ്മൾ അതെങ്ങനെ കണ്ടുപിടിക്കും? വെലോസിറ്റിയുടെ ഡയമെൻഷൻ നമ്മൾ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. എൽ ടി റൈസ് ടു -1. ശരിയല്ലേ? വെലോസിറ്റിയുടേത് എൽ ടി റൈസ് ടു -1 ഡിവൈഡഡ് ബൈ വെലോസിറ്റിയുടെ എഴുതി എൽ ടി റൈസ് ടു -1 ഡിവൈഡഡ് ബൈ ടൈം, ഒരു ടി കൂടെ, വിച്ച് ഈസ് ഈക്വൽ ടു എൽ ടി റൈസ് ടു -1. ഈ താഴെ കിടക്കുന്ന ടി മേളിൽ പോകുമ്പോൾ വീണ്ടും ഒരു ടി റൈസ് ടു -1 അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട് എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ എന്താണ്? എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ എന്താണ്? എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ, എ റൈസ് ടു എം പ്ലസ് എൻ അല്ലെ? അപ്പൊ ടി റൈസ് ടു -1 ഇൻറ്റു ടി റൈസ് ടു -1 എന്ന് പറയുന്നത് ടി റൈസ് ടു -1 പ്ലസ് -1, -1 പ്ലസ് -1 എന്ന് പറയുന്നത് -2 ആണ് അല്ലെ? അപ്പൊ ഇതെന്ത് കിട്ടും? എൽ ടി റൈസ് ടു -2 എന്ന് കിട്ടും. എൽ ടി റൈസ് ടു -2. ക്ലിയർ? ഓക്കെ. അപ്പൊ ഇതുപോലെ ഇക്വേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പം എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാം. അടുത്തത് നോക്കട്ടെ. അടുത്തത് നിങ്ങൾക്ക് ഏതാണ്? ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പറ. ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പറയൂ. മാസ് ഇൻറ്റു ആക്സിലറേഷൻ അല്ലെ? മാസ് ഇൻറ്റു എഫ് ഇസ് ഈക്വൽ ടു എം എ. അല്ലേ? അപ്പൊ എഫ് ഇസ് ഈക്വൽ ടു എം എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു ആക്സിലറേഷൻ. അപ്പൊ പറഞ്ഞോ, എഫ് ഇസ് ഈക്വൽ ടു എം എ ആണ്. വിച്ച് ഇസ് ഈക്വൽ ടു മാസിന് പകരം നമുക്ക് ക്യാപിറ്റൽ എം കൊടുക്കാം ഇൻറ്റു ആക്സിലറേഷന്റെ ഡയമെൻഷണൽ ഫോർമുല എന്താണ്?
ആക്സിലറേഷന്റെ ഡയമെൻഷൻ ഫോർമുല എന്ന് പറയുന്നത് എൽ ടി റൈസ് ടു മൈനസ് ടു ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? എം എൽ ടി റൈസ് ടു മൈനസ് ടു അല്ലെ? എം എൽ ടി റൈസ് ടു മൈനസ് ടു. മൂന്നെണ്ണം വരുന്ന ആരോ ചോദിച്ചായിരുന്നു അല്ലെ? മാസും ലെങ്തും ടൈമും എല്ലാം വരുന്നത് നോൺ സീറോ ആയിട്ടുള്ള ഡയമെൻഷണൽ ഫോർമുല ഒരാൾ ചോദിച്ചായിരുന്നു. കിടക്കുന്നു ഫോഴ്സിന്റെ ഡയമെൻഷണൽ ഫോർമുല. ഫോഴ്സിന്റെ ഡയമെൻഷണൽ ഫോർമുല എന്ന് പറയുന്നത് എം എൽ ടി റൈസ് ടു മൈനസ് ടു ആണ്. എന്ന് പറഞ്ഞാൽ ഫോഴ്സ് എന്ന് പറയുന്ന ഡെറൈവ്ഡ് ക്വാണ്ടിറ്റിയിൽ മാസ് ഒരു തവണ വരും, ലെങ്ത് ഒരു തവണ വരും, ടൈം -2 തവണ വരും. -2 തവണ വരും എന്ന് പറഞ്ഞാൽ 2 തവണ ഡിവൈഡഡ് ബൈ താഴെ വരും എന്നാണ് അർത്ഥം. ഓക്കെ. ഡെൻസിറ്റി. ഒരാൾ പറഞ്ഞു ഡെൻസിറ്റി ചെയ്യാനായിട്ട്. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? മാസ് ഡിവൈഡഡ് ബൈ വോളിയം. മാസ് ഡിവൈഡഡ് ബൈ വോളിയം എന്ന് പറഞ്ഞേ. മാസ് ഡിവൈഡഡ് ബൈ വോളിയം. മാസ് ഡിവൈഡഡ് ബൈ വോളിയം ക്യാപിറ്റൽ എം ഉണ്ട്, ഡിവൈഡഡ് ബൈ വോളിയം. വോളിയത്തിന്റെ എന്താണ്? വോളിയത്തിന്റെ എന്താ? എൽ ക്യൂബ്. എൽ ക്യൂബ് താഴെയല്ലേ വരുന്നേ? താഴെ കിടക്കുന്ന എൽ ക്യൂബ് അങ്ങ് മേളിൽ പോകുമ്പോ എന്താവും? താഴെ കിടക്കുന്ന എൽ ക്യൂബ് അങ്ങ് മേളിൽ പോകുമ്പോ എന്താവും? എൽ റൈസ് ടു -3. എൽ റൈസ് ടു -3. ക്ലിയർ അല്ലേ? അപ്പൊ എം എൽ റൈസ് ടു -3 ആണ് ആരുടെ ഡയമെൻഷണൽ ഫോർമുല? ഡെൻസിറ്റി. എം എൽ റൈസ് ടു -3. എമ്മിൻ്റെത് 1 മൈനസ് എല്ലിൻ്റെത് -3. ഓക്കെ. അടുത്ത ഏത് ക്വാണ്ടിറ്റി? വർക്ക്. വർക്ക്. വർക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? നിങ്ങൾക്ക് പഠിച്ചിട്ടുണ്ടല്ലോ വർക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. വർക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ W is equal to F into S അല്ലെ? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് പഠിച്ചിട്ടില്ലേ? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് വിച്ച് ഇസ് ഈക്വൽ ടു പറ. ഫോഴ്സിന്റെ ഡയമെൻഷൻ എന്താണ്? ഫോഴ്സിന്റെ നമ്മളിപ്പോ എഴുതി എം എൽ ടി റൈസ് ടു -2 അല്ലേ? ഇത് ഇവിടെ എഴുതിയിട്ടുണ്ട്. എം എൽ ടി റൈസ് ടു -2 ആണ് ഫോഴ്സിന്റേത്. ഇൻറ്റു എസ്. എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റിന്റെ യൂണിറ്റ് മീറ്റർ അല്ലേ? അപ്പൊ നമ്മൾ ഏത് ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കും? എൽ കൊണ്ട് സൂചിപ്പിക്കും. ശരിയല്ലേ? വിച്ച് ഇസ് ഈക്വൽ ടു എം ഇൻറ്റു ഇവിടെ ഒരു എൽ ഉണ്ട്, ഇവിടെ ഒരു എൽ ഉണ്ട്. എൽ ഇൻറ്റു എൽ എന്താ? എൽ സ്ക്വയർ ടി റൈസ് ടു -2. അപ്പൊ വർക്കിന് വേറെ നമുക്ക് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്ന് കൊടുക്കാം. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് which is equal to m l square t raised to -2. ഓക്കെ ആണോ? പറയണോ? ഓക്കെ ആണോ? അപ്പൊ ഏതൊരു ക്വാണ്ടിറ്റിയുടെയും ഇക്വേഷൻ അറിയാമെങ്കിൽ നമുക്ക് ഡയമെൻഷൻ എഴുതിക്കൂടെ? ഇക്വേഷൻ അറിയാമെങ്കിൽ നമുക്ക് ഡയമെൻഷണൽ ഫോർമുല എഴുതിക്കൂടെ? വളരെ എളുപ്പമല്ലേ? അപ്പൊ ഇതൊന്നും കാണാതെ പഠിക്കണമെന്നില്ല കേട്ടോ. അത്യാവശ്യം 1-2 മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ബാക്കിയെല്ലാം നമുക്ക് അപ്പൊ തന്നെ ഉണ്ടാക്കിയെടുക്കാന്നുള്ളേ ഉള്ളൂ. പ്രൊവൈഡഡ് ഒരു കണ്ടീഷൻ ഉണ്ട്. എന്തറിയണം നമുക്ക്? ഇക്വേഷൻ അറിയണം. ഡെൻസിറ്റി ഒന്നുകൂടെ പറയാമോ? ഡെൻസിറ്റി പറയാമല്ലോ. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയം. ഞാൻ ഇങ്ങോട്ട് എഴുതാം. അത് ഇങ്ങോട്ട് എഴുതാത്തോണ്ടാണോ സംശയം? ഡെൻസിറ്റി എന്ന് പറയുന്നത് മാസ് ഡിവൈഡഡ് ബൈ വോളിയം. മാസിന് പകരം നമുക്ക് മാസ് ബൈ വോളിയം ആണ്. മാസ് ഏത് ലെറ്റർ കൊണ്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക? ക്യാപിറ്റൽ എം ഡിവൈഡഡ് ബൈ വോളിയത്തിന്റെ ഇവിടെ കിടപ്പുണ്ട് എൽ ക്യൂബ് വിച്ച് ഇസ് ഈക്വൽ ടു എം. ഈ എൽ ക്യൂബ് അങ്ങ് മേളിൽ പോകുമ്പോ എൽ റൈസ് ടു -3. എം എൽ റൈസ് ടു -3. ഓക്കെ, മനസ്സിലായോ ഡെൻസിറ്റിയുടേത്? സ്പീഡ് വെലോസിറ്റി ഒന്നുകൂടെ പറയോ? സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി. സ്പീഡിന്റെ ഇക്വേഷൻ എന്താണ്? ഡിസ്റ്റൻസ് ബൈ ടൈം. വെലോസിറ്റിയുടെ യൂണിറ്റ് എന്താണ്? ഡിസ്പ്ലേസ്മെന്റ്. സോറി, ഇക്വേഷൻ എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ഡിസ്റ്റൻസ് ബൈ ടൈം ആയാലും ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആയാലും ഡിസ്റ്റൻസിന്റെ എല്ലാം ഡിവൈഡഡ് ബൈ ടൈം ടി ഒരെണ്ണമാണ്. ആ ടി മേളിൽ പോകുമ്പോൾ ടി റൈസ് ടു -1. നമ്മൾ സ്പീഡിന്റെ നേരത്തെ പറഞ്ഞതാണ് എൽ ടി റൈസ് ടു -1. അതുപോലെ തന്നെയാണ് എന്ത് വരുന്നത്? വെലോസിറ്റി. ഡിസ്റ്റൻസിന് പോലെ എന്ത് വരുന്നേ ഉള്ളൂ? ഡിസ്പ്ലേസ്മെന്റ് വരുന്നേ ഉള്ളൂ. ഡിസ്റ്റൻസ് ആയാലും ഡിസ്പ്ലേസ്മെന്റ് ആയാലും എല്ല് തന്നെയാണ് കേട്ടോ. ഓക്കെ, വർക്ക് നമ്മൾ എഴുതി. എനർജിയുടെ ഇത് തന്നെയാണ് കേട്ടോ. വർക്കിന്റെതും എനർജിയുടെ സെയിം ആണ്. വർക്കിന്റെ എനർജിയുടെ യൂണിറ്റ് ജൂൾ ആണ്, സെയിം ആണ്. അപ്പൊ വർക്ക് ചോദിച്ചാൽ എനർജി ചോദിച്ചാൽ ഇത് തന്നെയാണ് ഡയമെൻഷണൽ ഫോർമുല. അപ്പൊ ഇനി നമുക്ക് ഇപ്പോ തൽക്കാലം ക്ലാസ് നിർത്താം. ഇതിന്റെ ബാക്കി ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷനും ഡയമെൻഷന്റെ ആപ്ലിക്കേഷൻ, അതാണ് എക്സാമിന് ഉറപ്പായിട്ട് ചോദിക്കുന്നത്. അതൊക്കെ നമുക്ക് പറയാനുണ്ട്.
മാക്സിമം ഡയമെൻഷൻ 3 ആണോ? അങ്ങനെ ആവണമെന്നില്ല, 3യേക്കാളും കൂടുതൽ വരാം കേട്ടോ. ഓക്കെ ഓക്കെ ശരി. Tell me pretty lies, look me in the face. Tell me that you love me,